Dear students, Environmental Science and Disaster Management എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് 4 modules ആണ് പഠിക്കാനുള്ളത്. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. അതിനുശേഷം അതിൽ വരുന്ന കുറച്ച് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് അസോസിയേറ്റഡ് പ്രോബ്ലംസ് നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് എൻവയോൺമെൻറ്റ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്? ഇറ്റ് ഈസ് ഒരു ഓർഗാനിസത്തിന് എൻസർക്കിൾ ചെയ്യുന്ന അല്ലെങ്കിൽ സറൗണ്ട് ചെയ്യുന്ന ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദ ഫാക്ടേഴ്സ് വിച്ച് എൻസർക്കിൾസ് ദ ഓർഗാനിസം, അതിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് വെൽ ആസ് അബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുന്ന പാർട്ടിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫങ്ഷൻസ് ഓഫ് ഫോറസ്റ്റ്, യൂസസ് ഓഫ് ഫോറസ്റ്റ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറസ്റ്റ്, ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഡാംസിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ടും മൈനിങ് കൊണ്ടും ഫോറസ്റ്റിൽ എന്തൊക്കെ ഇഫക്ട്സ് ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ ഓക്കെ നമുക്കിനി പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഫോറസ്റ്റിനെ കുറിച്ചാണ്. ഫോറസ്റ്റിൻ്റെ ഫങ്ഷൻസിനെ നമുക്ക് 4ആയി ക്ലാസിഫൈ ചെയ്യാം. വിച്ച് വിൽ ബി പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ്, പ്രൊഡക്റ്റീവ് ഫങ്ഷൻസ്, റെഗുലേറ്റീവ് ഫങ്ഷൻസ് ആസ് വെൽ ആസ് ആക്സസറി ഫങ്ഷൻസ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് എന്തിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസിൽ നോക്കാനുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ സോയിൽ ഇറോഷനാണ്. സോ ഒരു ഫോറസ്റ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ അതിൻ്റെ ടോപ്പ് സോയിൽ, ഇപ്പോൾ ഒരു റെയിൻ വാട്ടർ എന്തെങ്കിലും വരുന്ന സമയത്ത്, ഹൈ ഇൻറ്റൻസിറ്റി റെയിനൊക്കെ വരുന്ന സമയത്ത് ടോപ്പ് സോയിൽ ആ ഫ്ലോയിങ് വാട്ടറിനോടൊപ്പം ഇറോഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേസമയം ഒരു ഫോറസ്റ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ അവിടുത്തെ പ്ലാന്റ്സും ട്രീസും എന്ത് ചെയ്യും, ഈ ടോപ്പ് സോയിലിൻ്റെ ഇറോഷനെ ഒരുപാട് കൺട്രോൾ ചെയ്യും. ആ റൂട്ട്സ് ടോപ്പ് സോയിലിനെ പെനട്രേറ്റ് ചെയ്ത് അവിടെ നിർത്തിയിട്ട് ആ ഇറോഷനെ കൺട്രോൾ ചെയ്യും. സോ അവിടെ ഉണ്ടാവുന്ന ഫെർട്ടൈൽ സോയിൽ ഒരിക്കലും അവിടെ നിന്ന് റൺ ഓഫ് ചെയ്ത് പോവില്ല. സോ അങ്ങനെയാണ് സോയിൽ ഇറോഷനെ അവിടെ ഫോറസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വിൽ ബി ഡ്രോട്ട്സ്. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് ഉള്ള സ്ഥലത്താണെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചറിനെ മൊത്തം ഈ ഫോറസ്റ്റ് കൺട്രോൾ ചെയ്യും. അപ്പോൾ സൺലൈറ്റ് വരുന്ന സമയത്ത് ഈ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ് വിൽ ബി റെസ്ട്രിക്റ്റിങ്, അല്ലെങ്കിൽ ആ ഒരുപാടുള്ള സൺലൈറ്റിനെ അവിടെ കൺട്രോൾ ചെയ്യും. സോ അവിടെ ഒരു കൂൾ ക്ലൈമറ്റ് റീറ്റെയിൻ ചെയ്യും. സോ അവിടെ ഉണ്ടാവുന്ന പിന്നെ നല്ല എയർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വാട്ടർ പ്രൊവൈഡ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഹ്യൂമിഡിറ്റി. ഇതെല്ലാം കാരണം അവിടെ എന്ത് സംഭവിക്കും, ഡ്രോട്ടിനുള്ള ചാൻസസ് വളരെ കുറവാണ്. സോ നെക്സ്റ്റ് വൺ വിൽ ബി ഹൗ ഇറ്റ് വിൽ ബി കൺട്രോളിങ് ഫ്ലഡ്സ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ്റെ ബേസിസിൽ ഫ്ലഡിനെ കൺട്രോൾ ചെയ്യണം നോക്കാം. അവിടെ ഉണ്ടാവുന്ന ഫ്ലഡിന് എന്ത് സംഭവിക്കും, ഒരുപാട് ട്രീസും പ്ലാന്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന വാട്ടർ മൊത്തം ഈ ട്രീസും പ്ലാന്റ്സും അബ്സോർബ് ചെയ്തെടുക്കും. സോ അതിൻ്റെ ലിവിങ്ങിന് വേണ്ടിയിട്ട് ആ വാട്ടർ യൂട്ടിലൈസ് ചെയ്യും. അതേപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് വാട്ടറായിട്ട് ഈ വാട്ടറിനെ പെനട്രേറ്റ് ചെയ്ത് എടുക്കും ഈ ട്രീസും പ്ലാന്റ്സും. സോ എന്ത് സംഭവിക്കും, ആ ഗ്രൗണ്ട് വാട്ടറിനെയും അതുപോലെ തന്നെ സ്ട്രീംസിനെയും വാട്ടർ ബോഡീസിനെയൊക്കെ റീചാർജ് ചെയ്യാൻ ആ വാട്ടർ യൂസ്ഫുൾ ആവും. സോ അങ്ങനെ നമുക്ക് ഫ്ലഡ്സും ഫോറസ്റ്റ് കാരണം കൺട്രോൾഡ് ആവും. നെക്സ്റ്റ് ഇസ് നോയ്സ് ആൻഡ് റേഡിയേഷൻ. ഇപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട്സിനെ നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. സോ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട്സ് വരുന്ന സമയത്തും അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് വാട്ട് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ സൺലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് സംഭവിക്കും, ഈ ട്രീസ് അതിൻ്റെ ബ്രാഞ്ചസ് യൂസ് ചെയ്തിട്ട് ഒരു ഷെൽട്ടർ പോലെ നിന്നിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള റേഡിയേഷൻസും ഹാംഫുൾ റേഡിയേഷൻസും എല്ലാം ഓർഗാനിസത്തിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും, റേഡിയേഷൻസ് എന്നൊക്കെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ഫോറസ്റ്റിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വിൽ ബി പ്രൊഡക്റ്റീവ് ഫങ്ഷൻ ഓഫ് ഫോറസ്റ്റ്. ഒരു പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഫോറസ്റ്റിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് വി ഓപ്റ്റെയിൻ ഫ്രം ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിനെ എക്കണോമിക്കലി നമുക്ക് ഓപ്റ്റെയിൻ ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാം അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമുക്ക് എന്തിൽ പറയാം, പ്രൊഡക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ഫോറസ്റ്റിൽ പറയാം. വാട്ട് ഓൾ തിങ്സ് വിൽ ബി ഓപ്റ്റെയിൻ ഫ്രം ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിന് എന്തൊക്കെ നമുക്ക് കിട്ടുക, ഗംസ് കിട്ടും, റെസിൻസ്, ദെൻ സർട്ടൻ പ്ലാന്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസസ്, ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം. ദെൻ ഹണി കിട്ടും, പൾപ്പ്, പേപ്പർ ഇൻഡസ്ട്രീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ദ ട്രീസ് വിൽ ബി ഫെൽ ഡൗൺ, എന്നിട്ട് അതിൻ്റെ ലീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പൾപ്പ് ഉണ്ടാക്കിയിട്ടാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. സോ പേപ്പർ ഇൻഡസ്ട്രീസിനുള്ള പൾപ്പ് ഒപ്റ്റെയിൻ ചെയ്യുന്ന ഫോറസ്റ്റിൽ നിന്നാണ്. ദെൻ ബാംബൂസ് ഒപ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ കെയിൻ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബാംബൂ പ്രോഡക്ട്സ് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ബാംബൂസ് യൂസ് ചെയ്യാം. ദെൻ ടിമ്പർ യൂസ് ചെയ്യാം. ടിമ്പർ ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫർണിച്ചേഴ്സ് അല്ലെ, ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാൻ നമുക്ക് ടിമ്പർ യൂസ് ചെയ്യാം. ദെൻ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ നോർമലി കൺസ്യൂം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താ ഫോറസ്റ്റിൻ്റെ പ്രൊഡക്റ്റീവ് ഫംഗ്ഷനിൽ
വരുന്നത്. ദെൻ തേർഡ് വൺ ഇസ് റെഗുലേറ്റീവ് ഫംഗ്ഷൻ. എങ്ങനെയൊക്കെയാണ് ഫോറസ്റ്റ് റെഗുലേഷൻ എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നു ഫോറസ്റ്റ്? ഓക്കെ, ഒരു ഓക്സിജൻ എന്ന് പറയുന്നത് മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്ന ആരാ? പ്ലാന്റ്സ് തന്നെയാണ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. സോ ഈ ഫോട്ടോസിന്തസിസിൽ ആവശ്യമായിട്ട് എന്ത് ചെയ്യും, ഈ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൂടുതൽ സപ്ലൈ ഓഫ് എയർ പ്രൊവൈഡ് ചെയ്യുന്നത് ഫോറസ്റ്റാണ്. നെക്സ്റ്റ് വൺ ഇസ് കൺട്രോൾ റൺ ഓഫ്. റൺ ഓഫ് എന്താ? നമ്മുടെ വരുന്ന വാട്ടർ, ഫ്ലോയിങ് വാട്ടർ മൊത്തം മീൻസ് ഹൈ ഏരിയാസ് ലോ ലൈയിങ് ഏരിയാസിലോട്ട് ചുമ്മാ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രീസും പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ആ വാട്ടറിൻ്റെ റൺ ഓഫ് കൺട്രോൾ ചെയ്തിട്ട് ഈ ഗ്രൗണ്ട് വാട്ടർ റീചാർജസിനെല്ലാം യൂസ് ചെയ്യും. അതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താ, ഫോറസ്റ്റിൻ്റെ റെഗുലേറ്റീവ് ഫംഗ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് ഇസ് അബ്സോർപ്ഷൻ ഓഫ് എയർ പൊല്യൂട്ടൻസ് ആൻഡ് നോയ്സ്. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്ന സമയത്തും ആ എയർ പൊല്യൂട്ടൻസിനെ അബ്സോർബ് ചെയ്യാനും അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട്സിനെ, ദാറ്റ് മീൻസ് നോയ്സിനെ അബ്സോർബ് ചെയ്യാനും എല്ലാം ഫോറസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താ, റെഗുലേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ഫോറസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ആക്സസറി ഫങ്ഷൻ. ഫോറസ്റ്റിൻ്റെ ലാസ്റ്റ് ഫങ്ഷനാണ് ആക്സസറി ഫങ്ഷൻ. ഫോറസ്റ്റിൻ്റെ ഒരു എസ്തെറ്റിക് വ്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടെൻഷൻ ഫ്രീ ആവാനും സ്ട്രെസ് റിലീഫിനും എല്ലാം ഫോറസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹാബിറ്റാറ്റ് ഫ്ലോറ ആൻഡ് ഫോണ, ഒരുപാട് സ്പീഷീസ് ഓഫ് ബേർഡ്സ് മീൻസ് ഓർഗാനിസംസ് വരും. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ എല്ലാ സ്പീഷീസിനും ഒരു ഹാബിറ്റാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോറസ്റ്റ്. അതുപോലെ തന്നെ റിക്രിയേഷണൽ പേർപ്പസസിന് നമുക്ക് ഫോറസ്റ്റ് യൂസ് ചെയ്യാം. റിക്രിയേഷണൽ പേർപ്പസസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ ട്രക്കിങ്ങിന് പോവുകയാണെങ്കിലും ബേർഡ് വാച്ചിങ്ങിന് പോവുകയാണെങ്കിലും അതുപോലെയുള്ള റിക്രിയേഷണൽ പേർപ്പസസിനെല്ലാം നമുക്ക് ഫോറസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡീഫോറസ്റ്റേഷൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നോക്കാനുള്ളത്. ഓക്കെ, ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പെർമനൻ്റ് ആയിട്ട് നമ്മൾ ട്രീസിനെ റിമൂവ് ചെയ്യുന്നതാണ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫോറസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഡിഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത്, ഓക്കെ, നമുക്ക് അതിൻ്റെ കോസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്തൊക്കെ കൊണ്ടാണ് ഡിഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നത്? ഫസ്റ്റ് കോസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. അതായത് നമ്മൾ ഒരുപാട് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ നമുക്ക് ആരാണ്? ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ അവിടെ. സോ ഇത്രയും പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഫോറസ്റ്റ് ലാൻഡ് മൊത്തം നമ്മൾ ഡിഫോറസ്റ്റേഷൻ ചെയ്ത് മാറ്റി അവിടെയെല്ലാം നമുക്ക് മീൻസ് ഇത്രയും ആൾക്കാർക്ക് താമസിക്കാനുള്ള ഇത് നമ്മൾ ഉണ്ടാക്കും, ഷെൽട്ടേഴ്സ് ഉണ്ടാക്കും. സോ അത്രയും ഫോറസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഒരു കോസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. നെക്സ്റ്റ് വൺ വിൽ ബി ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. നമ്മൾ കൾട്ടിവേഷൻ ഷിഫ്റ്റ് ചെയ്യണം, ഒരു ഏരിയയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു ഏരിയയിലോട്ട് പോകുമ്പോൾ എന്താ, അത്രയും ഫോറസ്റ്റ് ലാൻഡ് നമുക്ക് ഡിഫോറസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ തേർഡ് വൺ വിൽ ബി ഗ്രോയിങ് ഫുഡ് ഡിമാൻഡ്. അപ്പോൾ നമ്മൾ മീൻസ് പോപ്പുലേഷൻ കൂടുന്ന അനുസരിച്ച് അവർക്ക് ഷെൽട്ടർ മാത്രമല്ല ഫുഡും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഫുഡ് ഡിമാൻഡ് കൂടുന്ന അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത്രയും ഫോറസ്റ്റ് ഏരിയ നമ്മൾ കൾട്ടിവേഷന് വേണ്ടിയിട്ട് അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കി മാറ്റേണ്ടി വരും. സോ അതും ഒരു എന്താ ഡിഫോറസ്റ്റേഷനുള്ളൊരു കോസാണ്. ദെൻ ഫയർവുഡ്. മുന്നത്തെ കാലത്തൊക്കെ നമ്മൾ എന്തായിരുന്നു, ഫ്യൂവലിന് വേണ്ടിയിട്ട് ഫയർവുഡ് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സോ അത്രയും ഫയർവുഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത്രയും ട്രീസിനെ ഫെൽ ഡൗൺ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോറസ്റ്റിനെ നമുക്ക് ഡിഫോറസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ റോ മെറ്റീരിയൽ ഫോർ വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ വുഡ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ ഇൻഡസ്ട്രീസ് ആവാം, അല്ലെങ്കിൽ പേപ്പർ ഇൻഡസ്ട്രീസ് ആവാം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, അത്രയും ട്രീസിനെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്താ പൾപ്പ് ഉണ്ടാക്കാൻ, പേപ്പറിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കാൻ. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡിഫോറസ്റ്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലേ. നമ്മൾ അർബൻ ലാൻഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സിറ്റീസ് അതുപോലെ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, സിറ്റീസ് ഡെവലപ്പ് ചെയ്യാനോ അതുപോലെയുള്ള ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫോറസ്റ്റ് ലാൻഡൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അവിടെ സിറ്റീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇങ്ങനെ ബിൽഡിങ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്താ ഡിഫോറസ്റ്റേഷൻ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് കോസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഫയർ ആണ്. അത് നാച്ചുറലി ഒക്കർ ചെയ്യാം അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ട് ഒക്കർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മാൻമെയ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാച്ചുറലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരുപാട് കാര്യങ്ങൾ മീൻസ് അത് ലൈറ്റ്നിങ് കാരണം അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ സീസണൊക്കെ ആണെങ്കിൽ ടെമ്പറേച്ചർ കാരണം ഫോറസ്റ്റ് ട്രീസ് തമ്മിൽ റബ്ബ് ചെയ്തിട്ടൊക്കെ ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നാച്ചുറൽ മാൻമെയ്ഡ് ആണെങ്കിൽ ഒക്കർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയണേൽ സിഗരറ്റ് സ്മോക്ക് ചെയ്തിട്ട് സിഗരറ്റ് എവിടെയെങ്കിലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിലൂടെ ഫോറസ്റ്റ് ഫയർ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കോസ് എന്ന് പറയുന്നത്
ഓവർ ഗ്രേസിംഗ് ആണ്. അപ്പോൾ കാറ്റിൽസിനെയൊക്കെ നമ്മൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മെഡോസിലൊക്കെ ഒരുപാട് അതവർ ഗ്രേസ് ചെയ്തിട്ട് ഓവർ ഗ്രേസ് നടന്നിട്ട് എന്ത് സംഭവിക്കും, അത് മൊത്തം ഇതിന് ഡിഫോറസ്റ്റേഷന് കാരണമായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് നാച്ചുറൽ ഫോഴ്സസ്. നാച്ചുറൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ് കാരണമോ അല്ലെങ്കിൽ ഡ്രോട്ട് കാരണം അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടും ഡിഫോറസ്റ്റേഷൻ സംഭവിക്കും. ഇത്രയാണ് കോസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇഫക്ട്സ് ഓഫ് ഡിഫോറസ്റ്റേഷൻ ആണ്. ഡിഫോറസ്റ്റേഷൻ കാരണം എന്തൊക്കെ ഇഫക്ട്സ് ആണ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഫസ്റ്റ് വൺ സോയിൽ ഇറോഷൻ ആണ് അല്ലേ. നമുക്ക് എന്താ പ്ലാന്റ്സും ട്രീസും ഒന്നും ഇല്ല, അപ്പോൾ ആ ഇറോഡ് ചെയ്ത് പോകുന്ന ടോപ്പ് സോയിൽ ഇറോഡ് ചെയ്ത് പോകുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് റൂട്ട്സ് ഒന്നും ഇല്ല. സോ എന്ത് സംഭവിക്കും, ആ ടോപ്പ് സോയിൽ മൊത്തം ഇറോഡഡ് ആയി പോകും. നെക്സ്റ്റ് വൺ ഇസ് എക്സ്പാൻഷൻ ഓഫ് ഡെസേർട്സ് അല്ലേ. അപ്പോൾ അവിടെ പ്ലാന്റ്സ് ഇല്ല, ട്രീസ് ഇല്ല, അപ്പോൾ എന്ത് സംഭവിക്കും, മെല്ലെ മെല്ലെ അതിൻ്റെ ഇത് നഷ്ടപ്പെടാൻ തുടങ്ങും. സോയിലിനെ പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി പോയി. പിന്നെ എന്ത് സംഭവിക്കും, അവിടെയുള്ള സ്പീഷീസുകളെല്ലാം എൻഡേഞ്ചേർഡായി പോയി. ഇങ്ങനെ ക്ലാസ് പോയി എന്ത് സംഭവിക്കും, അവസാനം അതൊരു ഡെസേർട്ടായി മാറും. നെക്സ്റ്റ് വൺ ഇസ് ഡിക്രീസ് ഇൻ റെയിൻഫോൾ. നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവും, ഓക്സിജൻ്റെ സപ്ലൈ ഇല്ലാതാവും, അങ്ങനെയൊക്കെ കാര്യങ്ങളാവുമ്പോൾ അവസാനം അത് റെയിൻഫോൾ ഇല്ലാത്ത അവസ്ഥയിലോട്ട് എത്തും. സോ അത് ഡിക്രീസ് ഇൻ റെയിൻഫോൾ എന്നുള്ളൊരു ഇതിലോട്ട് എത്തിക്കും. ദെൻ ലോസ് ഓഫ് ഫെർട്ടൈൽ ലാൻഡ്. ഈ ഓരോ ലീവ്സും ട്രീസും ഒക്കെ ഷെഡ് ചെയ്തിട്ട് എന്താ അവസാനം അതൊരു ഹ്യൂമസായി മാറി അത് ആ സോയിലിന് ഫെർട്ടിലിറ്റി കൊടുക്കും. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ലാതാവുന്നതോടുകൂടി എന്താ അവിടെയുള്ള ലാൻഡിൻ്റെ അല്ലെങ്കിൽ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. ദെൻ ഇഫക്റ്റ് ഓൺ ക്ലൈമറ്റ്. ക്ലൈമറ്റിൽ ഒരുപാട് ഇഫക്റ്റ് ഉണ്ടാകും അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് ഒരുപാട് കൂടി, സോ ടെമ്പറേച്ചർ ഒരുപാട് കൂടും, അത് ഗ്ലോബൽ വാർമിങ്ങിന് ലീഡ് ചെയ്യും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിഫോറസ്റ്റേഷൻ കാരണം സംഭവിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ലോവറിങ് ഓഫ് വാട്ടർ ടേബിൾ. നമുക്ക് ഈ വരുന്ന വാട്ടർ റൺ ഓഫ് ഒരുപാട് കൂടും, വാട്ടറിനെ പ്രിവെൻറ്റ് മീൻസ് ഫ്ലോ ഓഫ് വാട്ടറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവും. സോ റൺ ഓഫ് ഒരുപാടാവും. സോ നമുക്ക് എന്ത് സംഭവിക്കും, ഇതിനോട്ട് സോയിലിലോട്ട് പെനട്രേറ്റ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് ഒരുപാട് കുറഞ്ഞു പോകും. സോ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ഒന്നും ഇല്ലാതാവും. ഞാൻ എക്കണോമിക് ലോസസ്. എക്കണോമിക് ലോസസ് എന്താ, പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ഫോറസ്റ്റിന് എന്തൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നു അതൊന്നും കിട്ടാത്ത അവസ്ഥയാണ് ഡിഫോറസ്റ്റേഷൻ കാരണം. ഇപ്പോൾ എന്താ എക്സാമ്പിൾ ഹണി, റെസിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടാതാവും. അത് എക്കണോമിക്കലി നമുക്ക് ഒരുപാട് ലോസസ് ഉണ്ടാക്കും. ദെൻ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. പ്ലാന്റിൻ്റെ സ്പീഷീസ് ആണെങ്കിലും ആനിമൽസിൻ്റെ സ്പീഷീസ് ആണെങ്കിലും ഒക്കെ അവിടെ നഷ്ടപ്പെടാൻ മീൻസ് എൻഡേഞ്ചേർഡ് ആയി എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുകയാണ്. സോ അവിടെ എന്തായി ബയോഡൈവേഴ്സിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോകും. ദെൻ നെക്സ്റ്റ് ഇസ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് എൻവയോൺമെൻറ്റിൽ വരിക അല്ലെ. നോർമലി ഈ മൺസൂണിൽ ഇത്ര റെയിൻഫോൾ കിട്ടും അല്ലെങ്കിൽ ഇത്ര ടെമ്പറേച്ചർ ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. സോ എൻവയോൺമെൻറ്റൽ ചേഞ്ചസിനും ഒരുപാട് ബാഡായിട്ട് തന്നെ ഇമ്പാക്ട്സ് ഉണ്ടാക്കും. നമുക്ക് ഈ മൊഡ്യൂളിൽ നെക്സ്റ്റ് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മൈനിങ്ങിനെ കുറിച്ചാണ്. മൈനിങ് കാരണം ഫോറസ്റ്റിൽ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഉണ്ടാവുന്നത് നോക്കാം. മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ ഓസും അല്ലേ, ഓറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളിത് എക്സ്ട്രാക്റ്റ് അല്ല, അതിനെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് എടുക്കുന്നതിന് പ്രോസസ്സിനെയാണ് നമ്മൾ മൈനിങ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ മിനറൽ റിസോഴ്സസ് നമ്മൾ എടുക്കുന്ന പ്രോസസ്സിനെയാണ് മൈനിങ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ പെടാം, മീൻസ് മെറ്റൽസ് ആവാം, നോൺ മെറ്റൽസ് ആവാം, അങ്ങനെയുള്ള മിനറൽ റിസോഴ്സസ് എല്ലാം നമുക്ക് എർത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. ആ മൈനിങ് കാരണം ഫോറസ്റ്റിൽ എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഡിഫോറസ്റ്റേഷനിലെ നമ്മൾ ഇന്നൊരു ഏരിയയിൽ ഇന്നൊരു മിനറൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫോറസ്റ്റ് ലാൻഡ് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് മൈൻ ചെയ്തെടുക്കാനായിട്ട്. സോ അത് കാരണം എന്താ അവിടെ ഉണ്ടായിരിക്കും, ഡിഫോറസ്റ്റേഷൻ സംഭവിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡംപിങ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്. നമ്മളൊരു കുഞ്ഞ് ഏരിയയിൽ നിന്ന് ഫോറസ്റ്റ് ലാൻഡ് ഡിഫോറസ്റ്റ് ചെയ്തു, എന്നിട്ട് അവിടെ നിന്നുള്ള മൈൻ നമ്മൾ എടുത്ത ശേഷം ആ മൈനിങ് പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വരില്ലേ. ആ പ്രോസസ്സിൽ ചില സ്റ്റെപ്സിൽ നമുക്ക് എന്താ ഒരുപാട് പൊല്യൂട്ടൻസ് ഉണ്ടായിരിക്കും. ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഡംപ് ചെയ്യുന്ന എവിടെയായിരിക്കും, ആ ഫോറസ്റ്റ് ലാൻഡിനകത്ത് തന്നെ ആയിരിക്കും. സോ മൈനിങ് കാരണം ഉണ്ടാകുന്ന നെക്സ്റ്റ് ഒരു പ്രശ്നമാണ് ഡംപിങ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ ദ ഫോറസ്റ്റ് ലാൻഡ്. അങ്ങനെയും ഫോറസ്റ്റിന് ഒരുപാട് ബാഡ് ഇമ്പാക്ട്സ് ഉണ്ടായിരിക്കും. ദെൻ തേർഡ് വൺ ഇസ് സോയിൽ ഇറോഷൻ. അപ്പോൾ ഈ ഫോറസ്റ്റ് റിമൂവ് ചെയ്യുന്നതോടുകൂടി എന്താ അവിടെ സോയിൽ ഇറോഷൻ ഉണ്ടായിരിക്കും. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് എയർ വാട്ടർ പൊല്യൂഷൻ. ഈ മൈനിങ് പ്രോസസ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന എയർ ഒരുപാട് പൊല്യൂട്ടഡ് ആവും, അതുപോലെ തന്നെ വാട്ടർ ബോഡീസിന് പൊല്യൂഷൻ ഉണ്ടാക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് മൈനിങ് കാരണം ഫോറസ്റ്റ് റിസോഴ്സസിന് സംഭവിക്കുന്നത്. ഫോറസ്റ്റ് റിസോഴ്സസ് എന്നുള്ള സെക്ഷനിൽ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ള പാർട്ടാണ് ഡാംസ് അല്ലേ. ഡാംസിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫോറസ്റ്റിൽ അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്ന ട്രൈബൽ പീപ്പിളിലൊക്കെ ഉണ്ടാക്കണം നോക്കാം. അതിൻ്റെ എഫക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഡിഫോറസ്റ്റേഷൻ തന്നെയാണ്. ഇപ്പോൾ ഡാംസ് നമ്മൾ എവിടെ കൺസ്ട്രക്ട് ചെയ്യുക, ഇപ്പം രണ്ട് ഹിൽസിൻ്റെ ഇടയിലുള്ള നാരോ ഏരിയാസിലൊക്കെയാണ് നമ്മൾ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കലി അതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്
എന്ത് സംഭവിക്കും, ഫോറസ്റ്റിനകത്താണ് അല്ലെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ആ ഫോറസ്റ്റ് നമുക്ക് അവിടെ ഫോറസ്റ്റ് ലാൻഡ് ക്ലിയർ ചെയ്യുന്നതായിട്ട് വരും. സോ അവിടെ ഡിഫോറസ്റ്റേഷൻ ഉണ്ടാവും. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എൻഡേഞ്ചർഡ് ഹാബിറ്റാറ്റ്. അവിടെ ഡിഫോറസ്റ്റേഷൻ സംഭവിക്കുമ്പോൾ എന്താ, അവിടെയുള്ള ഹാബിറ്റാറ്റിനൊക്കെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യും. അവിടെയുള്ള സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എൻഡേഞ്ചേർഡ് ആയി പോകും. ദെൻ ക്രോപ്സ് ഗെറ്റ് സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ. നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ ലോ ലൈയിങ് ഏരിയാസിലുള്ള ക്രോപ്സ് എന്ന് പറയുമ്പോൾ കൾട്ടിവേഷൻസ് മൊത്തം എന്താവും, ഈ വാട്ടറിൻ്റെ അടിയിലായി പോകും. സോ അത് സബ്മേർജ്ഡ് ആവും. സോ അതിന് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സലിനിറ്റി കൂടും, അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടും. അങ്ങനെ ക്രോപ്സിന് മൊത്തം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. ദെൻ റോഡ് നെറ്റ്വർക്ക് ഇസ് ഡാമേജ്ഡ്. അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റിനകത്തൂടെയൊക്കെ ട്രൈബൽ പീപ്പിളിന് പോകാനാണെങ്കിലും അല്ലെങ്കിലും ഒരു റോഡ് നെറ്റ്വർക്ക്സ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം എന്താ, സബ്മേർജ്ഡ് അണ്ടർ വാട്ടർ. ഈ വാട്ടറിന് താഴോട്ട് സബ്മേർജ് ചെയ്ത് പോകുമ്പോൾ ആ റോഡ് നെറ്റ്വർക്ക്സ് എല്ലാം ഡാമേജ്ഡ് ആയി പോകും. ദെൻ വാട്ടർ ലോഗിങ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ലോ ലൈങ് ഏരിയാസ് മൊത്തം വാട്ടർ ലോക്ക്ഡ് ആവും. സോ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അത് വലിയൊരു പ്രശ്നമായിരിക്കും. ദെൻ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ എക്സിസ്റ്റൻസ് ഓൾസോ ലൂസ്. അവിടെയുള്ള ട്രൈബൽ പീപ്പിളിന് ഒരുപാട് അവരുടെ ബേസിസിൽ, കൾച്ചറിൻ്റെ ബേസിസിലും അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ഈ ഡാംസിൻ്റെ കൺസ്ട്രക്ഷനോടുകൂടി നഷ്ടപ്പെട്ടു പോകും. ദെൻ ലാസ്റ്റ് വൺ ഇസ് കണ്ടീജിയസ് ഡിസീസസ്. ഒരുപാട് ഡിസീസസ് ഈ വാട്ടർ ലോഗിങ് കാരണം തന്നെ ഒരുപാട് ഡിസീസസ് അവിടെ സ്പ്രെഡ് ആവും. ഇപ്പോൾ എക്സാമ്പിൾ മലേറിയയൊക്കെയാണ്. അപ്പോൾ ട്രൈബൽ പീപ്പിളിനൊന്നും നമ്മുടെ ഇവിടെ സിറ്റീസിലുള്ള പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. സോ അവിടെയുള്ള ഈ ഡിസീസിൻ്റെ സ്പ്രെഡോടുകൂടി അവരുടെ പോപ്പുലേഷൻ തന്നെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. നമ്മൾ ഈ ഫോറസ്റ്റ് റിസോഴ്സസ് എന്നുള്ള ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി? ഫങ്ഷൻസ് ഓഫ് ഫോറസ്റ്റ് നോക്കി. അതുതന്നെയാണ് യൂസസ് ഓഫ് ഫോറസ്റ്റ് ആയിട്ടും വരുന്നത്. ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ നോക്കി, പ്രൊഡക്റ്റീവ് ഫങ്ഷൻ, റെഗുലേറ്റീവ് ഫങ്ഷൻ, ആക്സസറി ഫങ്ഷൻസ് ഒക്കെ നോക്കി. പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് നോക്കി. എന്താ ഡിഫോറസ്റ്റേഷൻ നോക്കി, അതെന്തുകൊണ്ടാണ്, കോസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ നോക്കി, ഇഫക്ട്സ് ഓഫ് ഡിഫോറസ്റ്റേഷൻ നോക്കി. പിന്നെ മൈനിങ് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫോറസ്റ്റിന് ഉണ്ടാവുന്നത് നോക്കി. ഡാംസിൻ്റെ കൺസ്ട്രക്ഷനോടുകൂടി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.